ലക്ഷ്യയിൽ കെ സി വേണുഗോപാൽ സംസാരിക്കുന്നു. അതിലാണ് അപ്പോൾ ആ രണ്ടുപേരുടെയും പരീക്ഷണശാലകളിൽ, രാഷ്ട്രീയ പരീക്ഷണശാലകളിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ഈ അഭൂതപൂർവമായ വിജയത്തെ അതിജീവിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മളെ തോൽപ്പിക്കണമെങ്കിൽ ചില പുതിയ കരുക്കൾ വേണം. അതുകൊണ്ട് അത് പിന്നീട് തുടങ്ങിയതാണ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ കൂടി തുടങ്ങിയതാണ്. ഈ 2 ദിവസം നടക്കുന്ന ഈ ക്യാമ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ വരാൻ വേണ്ടി പോകുന്ന കലാപത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നൊരു ക്യാമ്പായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഇവിടെ നിന്ന് കിട്ടും. കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടിപ്പിക്കണം. അതിനെങ്ങനെയാണ് സാധിക്കുക? 2 പാർട്ടികളുടെയും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ആശസ്സോടുകൂടി അതിനുള്ള പരിശ്രമങ്ങളാണ് ഇന്നും നാളെ ഇവിടെ ഉണ്ടാവുമ്പോൾ വരുന്ന ദിവസം ഉണ്ടാവുന്നത്. അവര് പറയാണ്, കോൺഗ്രസിന് ഒരുപാട് പേര് മുഖ്യമന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസിൽ ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മത്സരിക്കുന്ന ആളുകളെ കുറിച്ച് ചർച്ച, എംപിമാർ മത്സരിക്കുമോ, മത്സരിക്കുന്നുണ്ടോ, തുടങ്ങിയിട്ടുണ്ട് ഇത്തരം ചർച്ചകൾ. ഇത്തരം ചർച്ചകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉറവിടം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം കോൺഗ്രസ് അല്ല. ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിദയനീയമായി പരാജയപ്പെട്ട ഇടതുപക്ഷ മുന്നണി പരാജയത്തിൻ്റെ പടുകുടിയിൽ വീണ് കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഏക കച്ചിത്തുരുമ്പ് നമ്മളെ ഇടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭിന്നതയും പ്രയാസവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ പരീക്ഷണം. പിണറായി വിജയനോടും BJP നേതാക്കളോടും പറയാനുള്ളത്, ആ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് നാളെ നിന്ന് പിരിഞ്ഞു പോകുന്ന എഴുതി വെച്ചോ. ഇവിടെ നിന്ന് ഈ യോഗം കഴിഞ്ഞ് നാളെ പിരിഞ്ഞു പോകുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കെട്ടുറപ്പുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തെയായിരിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കണം. പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ കാലത്തിന്റെ ചുവരെഴുത്ത് കൃത്യമായി തിരിച്ചറിയുന്നു. 10 കൊല്ലക്കാലം കൊണ്ട് കേരളത്തെ ദുരിതപൂർണമാക്കി മാറ്റിയ കേരള ഭരണം എന്ന് പറയുന്നത് തങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന് കരുതി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ അതേ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള, അവരുടെ പ്രദേശങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ചുവരെഴുത്താണ് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചുവരെഴുത്ത് വായിക്കും. ചിലവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പുറം പിണറായി വിജയനെ പോലുള്ളൊരു ശക്തനായ നേതാവ് ഇരിക്കുകയല്ലേ,